തൊടുപുഴയിൽ വെച്ചാണ് മറുനാടൻ മലയാളിയുടെ എഡിറ്ററായ ഷാജൻ സ്കറിയക്ക് മർദ്ദനമേറ്റത്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരുന്ന വഴിക്ക് ഷാജൻ സ്കറിയയുടെ കാറ് തടഞ്ഞു നിർത്തിയാണ് മർദ്ദിച്ചത്. ആരാണ് മർദ്ദിച്ചത് എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട് ഷാജൻ സ്കറിയക്ക്. അത് DYFI പ്രവർത്തകരാണ് എന്നാണ്. രാഷ്ട്രീയമാക്കുക എന്നത് ഷാജൻ സ്കറിയയുടെ ആവശ്യമാണ്. അതാണ് അദ്ദേഹം നടത്തിയത്. അത് ഏറ്റുപിടിക്കാൻ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ്. കഴിഞ്ഞ ദിവസം ചർച്ച കൂടി നടത്തി ഏഷ്യാനെറ്റ് എന്നതുകൂടി ഓർക്കണം. ഇപ്പോഴാണ് ഒരു പുതിയ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. CPIM തൊടുപുഴ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗം ശരത്ത് MS-ൻ്റേതാണ് വീഡിയോ. അദ്ദേഹം സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വാട്സപ്പിലൂടെയും അതേപോലെ ഫേസ്ബുക്കിലുമൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത ഒരു പോസ്റ്റാണ്. എന്താണ് ഷാജൻ സ്കറിയക്ക് മർദ്ദനമേറ്റതിൻ്റെ പിറകിലുള്ള കഥ? ആ കഥ കൃത്യമായി വിവരിക്കുകയാണ് ശരത്ത് MS ചെയ്യുന്നത്. അത് നമുക്ക് മുഴുവൻ കേൾക്കാം. മറുനാടൻ മലയാളി എന്ന മഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥൻ ഷാജൻ സ്കറിയക്ക് ഈ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നിന്ന് അടികിട്ടി. എന്തിനാണ് ഷാജൻ സ്കറിയക്ക് അടികിട്ടിയത്? എന്തായാലും ഒരാൾക്ക് അടികിട്ടിയത് കണ്ട് കേരളക്കരയാകെ ഒരേ ശബ്ദത്തിൽ സന്തോഷം പങ്കുവെക്കുന്ന കാഴ്ച ആദ്യമായിട്ടാണ് കണ്ടത്. സ്വന്തം ആസനത്തിൽ ആല് മുളച്ചാൽ അത് തണലാക്കുക മാത്രമല്ല, മുളച്ച ആലിന്റെ തടി വിറ്റ് പണം ഉണ്ടാക്കാനും ആല് മുളച്ച ആസനം യൂട്യൂബിൽ വാർത്തയാക്കി വരുമാനം ഉണ്ടാക്കാനും മടിയില്ലാത്തവനാണ് ഷാജൻ സ്കറിയ എന്ന് ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കിട്ടിയ അടിയിൽ നിന്നും മുതലെടുപ്പ് നടത്താനാണ് ഷാജൻ സ്കറിയ ശ്രമിക്കുന്നത്. ഇതിനു പിന്നിൽ CPIM ആണ്, ഇത് പിണറായി വിജയന്റെ കൊട്ടേഷനാണ് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPIM-നോ പിണറായി വിജയനോ ഒന്നും ഒരു എതിരാളിയായി കാണാൻ മാത്രമുള്ള വലിപ്പമൊന്നും ഈ പറയുന്ന ഷാജൻ സ്കറിയക്കില്ല. പിന്നെ ഇപ്പോൾ കിട്ടിയ അടിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ പറയാം. ആ കഥ കേട്ടതിനു ശേഷം നിങ്ങൾ വിലയിരുത്തുക ഇയാൾ ഈ അടി കൊള്ളാൻ യോഗ്യനായിരുന്നോ എന്ന്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നൊരു പ്രണയ സാഫല്യത്തിന്റെ ഏറ്റവും മധുരമുള്ള ദിവസങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും അവരുടെ ഇടയിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വിഷാദരോഗത്തിന്റെ രൂപത്തിൽ ഒരു അപകടം കടന്നു വരുന്നു. ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിൽ നിന്ന് തന്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ദുഃഖത്തിന്റെയും തകർച്ചയുടെയും ഒരു കാലത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ വീണുപോകുന്നു. ഇങ്ങനെ തീരാ ദുഃഖത്തിന്റെ നടുക്കടലിലേക്ക് എടുത്തെറിയപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു ഇടുത്തി പോലെ ഈ ഷാജൻ സ്കറിയ അവതരിക്കുകയാണ്. എവിടുന്നോ കിട്ടിയ പത്രക്കട്ടിങ്ങിലെ ഒരു മരണവാർത്തയിൽ നിന്നും ഇയാളുടെ യൂട്യൂബ് കാണുന്ന ഞരമ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള എല്ലാ വഷളത്തരങ്ങളും ചേർത്ത്, ഇയാളുടെ സ്വതസിദ്ധമായ മനോവികൃതങ്ങളും ചേർത്ത് ഇയാൾ കഥകൾ ഉണ്ടാക്കി വിളമ്പുന്നു. ഇരു കുടുംബങ്ങൾക്കും ഇല്ലാത്ത പരാതികൾ ഉണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്നു. ഒരു കഥയിൽ നിർത്താതെ വീണ്ടും വീണ്ടും കഥകൾ ഉണ്ടാക്കി ഇയാൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. അങ്ങനെ തകർന്നുപോയൊരു ചെറുപ്പക്കാരന്റെ തലയിൽ ചവിട്ടി അവനെ തകർച്ചയുടെ പടുകുഴിയിലേക്ക് താഴ്ത്തിക്കളയാൻ ആവേശത്തോടുകൂടി ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഷാജൻ സ്കറിയയുടെ മനോവികൃതത്തിന്റെ വിഷപ്പല്ലുകൊണ്ട് മുറിവേറ്റ ആദ്യത്തെയോ അവസാനത്തെയോ ആളല്ല ആ ചെറുപ്പക്കാരൻ. അത്തരം ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുഃഖത്തെക്കുറിച്ച് വൃത്തികെട്ട കഥകളുണ്ടാക്കി പ്രചരിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തിയ ഒരാളെ മുഖാമുഖം കണ്ടപ്പോൾ ആ മുഖമടച്ചൊന്ന് കൊടുക്കാനാണ് അവന് തോന്നിയത്. അവന്റെ സുഹൃത്തുക്കളും അവന്റെ ചിന്തക്കൊപ്പം നിന്നു. അങ്ങനെയാണ് ഈ ഷാജൻ സ്കറിയക്ക് അടി കിട്ടിയത്. അടിച്ചത് ശരിയോ തെറ്റോ എന്നത് നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ. ഈ ചെറുപ്പക്കാരന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു യൂട്യൂബ് ചാനലും തുറന്ന് ആരെക്കുറിച്ചും എന്ത് വൃത്തികേടും ഈ നാട്ടിൽ പറയാം എന്ന സ്ഥിതി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? ഇതിനൊക്കെ ഇരയാകേണ്ടി വരുന്ന മനുഷ്യർക്കും വികാരങ്ങളില്ലേ?